പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. നിയമസഭയിലെ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം. ചീഫ് മാർഷൽ ഇൻചാർജ് മൊയ്തീൻ ഹുസൈനെതിരെ പരാതി. വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥയാണ് നിയമസഭാ സെക്രട്ടറിക്കും സ്പീക്കറുടെ PS-നും പരാതി നൽകിയത്. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ഈ പരാതിയിൽ എന്താണ് പറയുന്നത്? റോഷ്നി, കഴിഞ്ഞ ദിവസമാണ് 8 ദിവസത്തെ ലീവിന് ശേഷം വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥ അഞ്ജലി നിയമസഭയിലെത്തുന്നത്. നിയമസഭയിലെത്തിയ സമയത്ത് ഈ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് പ്രധാനമായും ഈ ചീഫ് മാർഷൽ ഇൻചാർജ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മൊയ്തീൻ ഹുസൈനെ കണ്ടിട്ട് വേണം ജോലിയിൽ പ്രവേശിക്കാൻ എന്നുള്ളതാണ്. ഇത് പ്രകാരം ഈ ഉദ്യോഗസ്ഥ അവിടെ കാത്തു നിൽക്കുന്നു. ഇതിന് തൊട്ട് പിന്നാലെ ഇദ്ദേഹം എത്തുകയും ഇദ്ദേഹത്തിന്റെ റൂമിലെത്തി ഇദ്ദേഹത്തെ കാണുന്ന സമയത്ത് പ്രധാനമായും ഇദ്ദേഹം 8 ദിവസം എവിടെ ആയിരുന്നു എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥ പ്രധാനമായും പറഞ്ഞത് കുഞ്ഞിന് മുണ്ടിനീരായിരുന്നു. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആശുപത്രി ആവശ്യവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ലീവ് എടുത്തായിരുന്നു പോയിരുന്നു എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും മൊയ്തീൻ ഹുസൈന് മുന്നിൽ ഇവർ അവതരിപ്പിച്ചത്. പക്ഷേ ഇതിന് അനുപാതികമായി വളരെ മോശമായിട്ടാണ് മൊയ്തീൻ ഹുസൈൻ ഈ ഉദ്യോഗസ്ഥയോട് പെരുമാറിയത്. ഈ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മെഡിക്കൽ ലീവ് എടുത്തതിനു ശേഷം കുഞ്ഞിന്റെ കഥ പറയുന്നത് ഇല്ലാ കഥയാണ് പറയുന്നുള്ള പ്രധാനമായുള്ള ഒരു ആരോപണമാണ് ഇവർക്കെതിരെ പറയുകയും ഇതിനെ തുടർന്ന് ഇവർ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ റൂമിൽ നിന്നും ഇദ്ദേഹം പുറത്തിറങ്ങുന്നു. ഈ സ്ത്രീ പുറത്തിറങ്ങി വീണ്ടും കരച്ചിൽ തുടർന്ന ഒരു അവസരത്തിൽ ഈ മൊയ്തീൻ ഹുസൈൻ ഈ സ്ത്രീയോട് പറഞ്ഞത് ഈ പുറത്തു നിന്ന് കരയാൻ പാടില്ല, കരയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റൂമിൽ ചെന്നിരുന്ന് കരയണം, കരഞ്ഞ് മുഖം കഴുകിയിട്ട് വരണമെന്നുള്ളതാണ് പ്രധാനമായി വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥയോട് ഈ ചീഫ് മാർഷൽ പെരുമാറിയത്. ഇതിനെ തുടർന്ന് ഇവർ റൂമിൽ ചെന്നിരുന്ന് കരയുന്നു, മുഖം കഴുകാൻ പോയി. തുടർന്ന് ഇവരെ കാണാനില്ലായിരുന്നു, ഈ റൂം പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് ഇവരുടെ സഹപ്രവർത്തകർ കുറെ സമയത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥയെ കാണാനില്ലാത്തതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥയെ പോയി നോക്കുന്ന ഒരു അവസരത്തിൽ ഇവർ റൂമിൽ തറയിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഉദ്യോഗസ്ഥർ കാണുകയും തുടർന്ന് നിയമസഭയുടെ തന്നെ വാഹനത്തിൽ ഇവരെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ എത്തിച്ച ശേഷം അവിടെ നിന്നും തുടർന്ന് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവരുടെ ഭർത്താവ് ജിതേഷ് ഇപ്പോൾ നിയമസഭ സ്പീക്കറുടെ PS-നും അതുപോലെ തന്നെ നിയമസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുകയാണ്. പ്രധാനമായും ഇത്തരത്തിലൊരു ഈ ചീഫ് മാർഷൽ ഇൻചാർജ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മൊയ്തീനിൽ നിന്നും ഇതാദ്യമായിട്ടല്ല ഈ സഹപ്രവർത്തകരുടെ മേൽ ഇത്തരത്തിലുള്ള പീഡന ആരോപണങ്ങൾ ഉയരുന്നത്. മാനസികമായിട്ട് പല ഉദ്യോഗസ്ഥരെയും പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു വാർത്ത മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയൊരു വാർത്തയില്ല. പക്ഷേ ഈ അഞ്ജലിയെ സംബന്ധിച്ച് അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ ഈ ഫിക്സിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഇല്ലാക്കാതെ പറഞ്ഞപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആ മാനസിക വിഷമത്തിൽ അവർ കരയുകയും തുടർന്ന് വൊമിറ്റ് ചെയ്യുകയും ഓഫീസിൽ വൊമിറ്റ് ചെയ്ത് വീണ് കിടക്കുന്ന അഞ്ജലിയെയാണ് ശരിക്കും സഹപ്രവർത്തകർ കാണുന്നത്. പ്രധാനമായും ഭർത്താവ് ജിതേഷ് പറയുന്നത് എന്റെ കുഞ്ഞ് കഴിഞ്ഞ 8 ദിവസമായി മൊണ്ടിനീരുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലായിരുന്നു, അതിന്റെ മെഡിക്കൽ തെളിവുകൾ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ജിതേഷ് പറയുന്നത്. പക്ഷെ ഇതിനെ വളരെ രീതിയിൽ വളരെ അലസമായിട്ട് കണ്ടുകൊണ്ട് പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥയെ വിശ്വസിക്കാത്ത രീതിയിൽ സമീപിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും കുഞ്ഞിന്റെ പേരിൽ മെഡിക്കൽ ലീവ് എടുത്തുള്ള ഒരു ആരോപണമാണ് മൊയ്തീൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിനെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം, ഉചിതമായിട്ടുള്ള നടപടി എടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ സ്പീക്കർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ PS-ന് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു. ഇന്ന് രാവിലെ നിയമസഭാ സെക്രട്ടറിക്കും അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മൊയ്തീൻ ഹുസൈൻ മുന്നേയും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന വാർത്തകൾ വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഭക്ഷണം വാങ്ങി നൽകാൻ വേണ്ടിയിട്ട് ഈ സഹപ്രവർത്തകരെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഉണ്ടായത്. അതും വലിയ വാർത്തകൾ ഇടം പിടിച്ചിരുന്ന ഒന്നാണ്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വന്നത്. വളരെ ഗൗരവകരമായി കാണേണ്ട ഒരു വാർത്തയാണ്. കാരണം സഹപ്രവർത്തകർ മെഡിക്കൽ ലീവ് എടുത്ത് തന്റെ കുഞ്ഞിന് വേണ്ടി മെഡിക്കൽ ലീവ് എടുക്കുമ്പോൾ അതിനെ വളരെ ഒരു ഉത്തരവാദിത്തോടുകൂടി കാണാതെ അവർ വരുമ്പോൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു. അവരുടെ മാനസികാവസ്ഥ ഒന്നും കണക്കിലെടുക്കുന്നില്ല. കള്ളം പറഞ്ഞ് ലീവ് എടുത്തു എന്നുള്ളൊരു ആരോപണം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും അവർ പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അവിടെ അവർക്ക് ഫിക്സ് വരികയും അവർ ഓഫീസിൽ വീണ് കിടക്കുന്നു. ഇത് കൃത്യമായി സഹപ്രവർത്തകർ അറിഞ്ഞതുകൊണ്ടാണ് അവരെ യഥാസമയം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായും ഭർത്താവ് ജിതേഷ് പറയുന്നത്. ഇതിന് പുറമെ ജിതേഷ് പറയുന്നുണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെ കഴിഞ്ഞ 8 ദിവസമായി ആശുപത്രിയാണ്, എന്റെ ഭാര്യ നഷ്ടപ്പെടുമായിരുന്നു, പക്ഷേ ഈ സഹപ്രവർത്തകർ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ അഞ്ജലി ജീവിച്ചിരിക്കുന്നതെന്നുള്ള ഒരു വലിയൊരു ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും സ്പീക്കർ നിയമസഭാ സെക്രട്ടറിയും ഇത് വളരെ ഗൗരവകരമായി കാണും എന്ന് തന്നെ നമുക്ക് കാണാം. കാരണം മുൻകാലങ്ങളിലും ഈ മാർഷൽ ചീഫായി ചാർജിലിരിക്കുന്ന മൊയ്തീൻ ഹുസൈന് നല്ലൊരു റെക്കോർഡല്ല ഉള്ളത്. മുൻകാലങ്ങളിലും പരാതി വന്നിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥരും വിവരാവകാശം അടക്കം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ഹോൾഡ് ചെയ്തു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. പലപ്പോഴും ഇദ്ദേഹത്തിന് വലിയൊരു നിയമസഭയ്ക്കകത്ത് തന്നെ വലിയൊരു ഹോൾഡ് ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നു. പ്രധാനമായും 6-7 മാസമായി ഈ ചീഫ് മാർഷൽ
ചാർജിൽ ഒരു വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വേക്കൻസിയെ വരെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ ഇൻചാർജിലാണ് ഇദ്ദേഹം ഇപ്പോൾ കഴിയുന്നത്. ഇതിന് പുറമെ പലതരത്തിലുള്ള ആരോപണങ്ങളാണ് അവിടെ നിന്ന് ഉയരുന്നത്. പല ഉദ്യോഗസ്ഥരെയും ഇദ്ദേഹത്തിന്റെ ഒരു ടീമായി വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ സംസാരിക്കുകയും പരാതി നൽകുകയും വിവരാവകാശം കൊടുക്കുന്ന പ്രവർത്തകരെ അടക്കം ഇദ്ദേഹം ടോർച്ചർ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. അത് തന്നെ ആവണം സ്വാഭാവികമായും അഞ്ജലിക്കെതിരെയും ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിട്ടുണ്ടാവുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഇപ്പോൾ അഞ്ജലി കഴിഞ്ഞ 2 ദിവസമായിട്ട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റിലാണ്. അവർ ഈ ഫീച്ചർ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂറോ സർജൻ അടക്കമുള്ളവർ ട്രീറ്റ്മെന്റിൽ കഴിയുന്നു. അവർക്ക് വരുന്ന ദിവസങ്ങൾ അത് സംബന്ധിച്ചുള്ള മരുന്നും മെഡിസിനും ഒക്കെ എടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. കുട്ടിക്കാലത്താണ് അവർക്ക് ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു ഫീച്ചർ എപ്പിസോഡ് വന്നതെങ്കിൽ ഇപ്പോൾ വളരെ കാലങ്ങൾക്ക് ശേഷം അവർ ഇത്തരത്തിൽ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്റെ പീഡനത്തെ തുടർന്ന് വീണ്ടും ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ഫിക്സിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രധാനമായും ഭർത്താവ് ആരോപിക്കുന്നത്. അത്തരത്തിലൊരു അസുഖം വന്നുവെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഈ ഉദ്യോഗസ്ഥന്റെ മാനസികമായിട്ടുള്ള പീഡനമാണ്. പലപ്പോഴും ആവശ്യപ്പെട്ടാൽ ലീവ് കൊടുക്കാത്ത ഒരു മനോഭാവമുണ്ട്. 7 ദിവസം തുടർച്ചയായിട്ട് 6 ദിവസമാണ് നിയമസഭയിൽ ജോലി ചെയ്യുകയും 7ാം ദിവസം ലീവ് കൊടുക്കേണ്ടുന്ന ഒരു ഇതാണ് പുറമെ നിയമസഭയിലുള്ളത്. പക്ഷേ ആ ലീവ് പോലും കൊടുക്കാതെ സഹപ്രവർത്തകരെ പണിയെടുക്കുകയും എന്നാൽ കൃത്യസമയത്ത് ഇദ്ദേഹം ഓഫീസിൽ വരുന്നില്ല എന്നുള്ള ആരോപണം തന്നെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന പല സഹപ്രവർത്തകർക്കും ഇദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഒത്താശകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നവർക്കൊക്കെ ഇദ്ദേഹം ലീവ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന വ്യക്തികൾക്ക് ലീവ് കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ അഞ്ജലിക്ക് സംഭവിച്ചിരിക്കുന്നത്. 8 ദിവസം അവർ മെഡിക്കൽ ലീവ് എടുത്തു പോയതാണ്. പക്ഷേ ആ ലീവ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവർ ലീവ് എടുത്തതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ വന്നപ്പോൾ അദ്ദേഹത്തെ കാണണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ആ കണ്ടപ്പോൾ തന്നെ കുഞ്ഞിനെ മുണ്ടുനീരാണെന്ന് പറഞ്ഞിരുന്നു. ആ മെഡിക്കൽ രേഖകളെല്ലാം അവരുടെ കൈവശമുണ്ട്. പക്ഷേ ഇതൊന്നും കണക്കിലെടുക്കാതെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തു. എന്നിട്ട് കുഞ്ഞിന്റെ ഇല്ലാത്ത ഒരു അസുഖം പറഞ്ഞ് നീ ഇല്ലാക്കാതെ പറയുന്നു, നിനക്ക് ആവശ്യമുള്ളപ്പോൾ നീ തിരിച്ചു വന്നു, നിനക്ക് വേണമെങ്കിൽ ജോലിയിൽ വന്നാൽ മതി എന്നുള്ള രൂക്ഷമായ ഭാഷയിൽ വളരെ മോശപ്പെട്ട ഒരു ഭാഷയിലാണ് ഈ മൊയ്തീൻ ഹുസൈൻ ഇപ്പോൾ ഈ വാച്ചൻ വാർഡിനോട് പെരുമാറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വിഷയത്തിൽ നിയമസഭാ സെക്രട്ടറി വളരെ ഗൗരവകരമായി തന്നെ ഈ വിഷയത്തെ നോക്കിക്കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മുൻകാലങ്ങളിലും ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അത്തരത്തിൽ നല്ലൊരു സ്വഭാവത്തിന് ഉടമയല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ 6-7 മാസമായി ഇത്തരത്തിലുള്ള വേക്കൻസി ഉള്ളപ്പോഴും ആ വേക്കൻസിയിൽ പുതിയൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടില്ല. അത് തടഞ്ഞു വെക്കുന്നുള്ള ഒരു ആരോപണം സഹപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതിനും അന്വേഷണം എന്തായാലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിയമസഭ സ്പീക്കർ ഇല്ലാത്ത ഒരു സ്ഥാനത്ത് PS നാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ ഭർത്താവ് ജിതേഷ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ്. അതിൽ ഉന്നയിച്ചിട്ട് മൊയ്തീൻ ഹുസൈനെതിരെ നേരത്തെയും ഇത്തരത്തിൽ പരാതികളുള്ള ഒരു സാഹചര്യം, ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉള്ള ഒരു സാഹചര്യം. ഇന്ന് രാവിലെയാണല്ലോ ഈ നിയമസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. കൂടാതെ സ്പീക്കറുടെ PS നും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കൊടുത്തൊരു പരാതിയിൽ ഇത്ര നേരമായിട്ടും ഈ നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അരുൺ? റോഷിനി മുൻകാലങ്ങളിലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ പോലുമായിട്ടുള്ള ഇപ്പോൾ പരാതി നൽകിയിട്ട് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ജിതേഷിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പല ഉദ്യോഗസ്ഥരും നമ്മൾ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടിരുന്നു. പല ഉദ്യോഗസ്ഥരും ഈ പരാതി നൽകുന്ന ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന ഒരു പ്രവണത ഈ മൊയ്തീൻ ഹുസൈൻ ഉണ്ടെന്നുള്ളതാണ്. കൊല്ലത്തേക്ക് അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് മറ്റ് ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ പ്രകടനം. അത് തന്നെ പലപ്പോഴും പരാതികൾ നൽകാൻ ഇപ്പോൾ ഭയക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ. പലപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെ പറയാനുണ്ട്. പക്ഷെ പല ഉദ്യോഗസ്ഥരും ഭയക്കുന്നത് അതുകൊണ്ടാണ്. അത്തരത്തിൽ പിടിപാടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നിയമസഭയിൽ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമസഭാ സെക്രട്ടറി ആരെയാണ് ഇനി ഭയക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിയമസഭാ സെക്രട്ടറി നീതിയുക്തമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പരാതി സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മുൻകാലങ്ങളിൽ അദ്ദേഹം പരാതി സ്വീകരിച്ചിട്ടുണ്ട്. വിവരാവകാശം നൽകിയപ്പോൾ പോലും കൃത്യമായിട്ടുള്ള മറുപടികൾ ഈ കീഴുദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാനത്ത് പലപ്പോഴും വീട്ടിലെ ആവശ്യങ്ങൾക്ക് പോലും കീഴുദ്യോഗസ്ഥരെ വിട്ട് സാധനങ്ങൾ വാങ്ങി എത്തിക്കുന്ന ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ ഒരു കാര്യമല്ല. നിയമസഭയിലും ഇത് ഇത്തരത്തിലൊരു ഈ ഒരു പ്രവണത തുടരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ സാധാരണഗതിയിൽ ഈ കീഴുദ്യോഗസ്ഥരെ വിട്ട് അവരുടെ വീട്ടിലെ വസ്ത്രങ്ങൾ കഴുകുകയും ഭക്ഷണം വാങ്ങിക്കൊണ്ടു നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലത്തും ഉണ്ടായി. മാനസിക പീഡനവും ആത്മഹത്യയൊക്കെ ഉണ്ടായ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇത്
ഈ നിയമസഭയിൽ ഇത്തരത്തിലൊരു മാർഷൽ ചാർജിലിരിക്കുന്ന ചീഫ് മാർഷൽ ചാർജിലിരിക്കുന്ന മൊയ്തീൻ ഹുസൈനെതിരെ നിരന്തരമായിട്ടുള്ള ആരോപണം ഉയർന്നു. ആ ആരോപണത്തിന് പിന്നാലെ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് 4 മാസങ്ങൾക്ക് മുന്നെയാണ് ഈ ഭക്ഷണം വാങ്ങി നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നത്. എന്നിട്ടും ആരോപണത്തിൽ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ല. വീണ്ടും ഒരു ഉദ്യോഗസ്ഥ ആ ഓഫീസിലെ റൂമിനുള്ളിൽ അവരുടെ ഫിക്സ് വന്ന് വീഴേണ്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ മാനസികമായിട്ട് അവരെ ടോർച്ചർ ചെയ്തു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം അവരിപ്പോഴും നോർമൽ ആയിട്ടില്ല. ഞാൻ ഇന്നും മെഡിക്കൽ കോളേജിൽ പോയി അവരെ കാണാൻ പോയപ്പോഴും അവർക്ക് വൊമിറ്റിംഗ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ വൊമിറ്റിംഗ് മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ എത്ര മണിക്കൂർ അവിടെ വീണ് കിടന്നറിയില്ല. കുറെ നേരം അഞ്ജലിയെ കാണാതായപ്പോഴാണ് സഹപ്രവർത്തകർ റൂമിലേക്ക് കയറി നോക്കിയത്. അപ്പോൾ അവരുടെ വായിൽ നിന്ന് ചെറിയ രീതിയിൽ ഒരു നൊരയും പതയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനനുബന്ധിച്ചാണ് അത് ഫിക്സ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തുടർന്ന് അവരെ ഗുരുതരമായ പരാതി തന്നെയാണ്. ഇതിൽ എന്ത് ഇടപെടൽ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കിക്കാണാം.